ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതിൻ്റെ മറുപടി തന്നെ അല്ല. അറിവുള്ളവരും അല്ലാത്തവരും ഒരുപോലെയല്ല. നമുക്ക് ഇവിടെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത് ഇൽമാണ്. ഇൽമുണ്ടെങ്കിൽ മാത്രമേ ഈ ദീനിന് നിലനിൽപ്പുള്ളൂ. പടച്ചവൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വളരെ ചെറിയ വാക്കാണ് എങ്കിലും അതിൻ്റെ ആഴത്തിൽ കടക്കും തോറും അർത്ഥങ്ങൾ അതിന് കൂടിക്കൂടി വരികയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ് പറഞ്ഞത്. ഇൽമ് ഇസ്ലാമിൻ്റെ ജീവിതമാണ്. അറിവുണ്ടെങ്കിലാണ് ഇസ്ലാം ഉണ്ടാവുക. അറിവില്ലാത്ത ഒരു അവസ്ഥയിൽ ഇസ്ലാമോ അതിൻ്റെ ചുറ്റുപാടോ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയത് നമ്മുടെ ഇന്ത്യ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവർ, അതേപോലെ മനസ്സിലാക്കിയവർ കേരളക്കാരാണ്. ഈ കേരളക്കാരുടെ ആ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, മഹാനായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു വന്നത് നമ്മുടെ കേരളത്തിലേക്കാണ് എന്ന് നാം അറിയുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ അടുത്ത ഭാഗങ്ങളും അതേപോലെ തന്നെയാണ്. അവര് വന്നിട്ടാണ് ഇവിടെ ദീനും ദീനിൻ്റെ അറിവും ഉണ്ടായത്. അത് വളരെ നീണ്ട കാലത്തോളം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ കൂടെയുള്ള മഖ്ദൂമിങ്ങൾ, ആ പണ്ഡിതന്മാർ അത് ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ മുന്നോട്ട് തുടർന്നു പോവുകയും ചെയ്തു. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതലായിരിക്കുന്ന ആ വലിയവരായ നേതാക്കന്മാർ അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ഈ ദീന് ഈ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? അന്നും ഇന്നുമുള്ള പണ്ഡിതന്മാർ ഇതേപോലെ അധ്വാനിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു.